ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്ന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിങ്ങും കൊച്ചിൻ ഷിപ്പ് യാർഡും നന്നായി ചെയ്തു. ഗാർഡൻ റീച്ച് ഏകദേശം 8% മൂവ് ചെയ്ത്, കൊച്ചിൻ ഷിപ്പ് യാർഡ് 6% മൂവ് ചെയ്തിട്ടുണ്ട്, HAL 5% മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വലിയൊരു മൂവ് ചെയ്തത്. അതുപോലെ RBL ബാങ്ക് സ്മൂത്ത് വെൽ ഓൾമോസ്റ്റ് 10% മൂവ് ചെയ്ത് RBL ബാങ്ക്. പിന്നെ റിലയൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് 5%ഓളം റിലയൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദി സ്റ്റോക്സ്, ഈവൻ BSE ഓൾസോ ഫോർ 5% ഇറ്റ് ഈസ് മൂവ്ഡ്. സോ മെയിൻലി ഇന്ന് റിലയൻസിനെയാണ് നിഫ്റ്റിനെ വലിയ ഹോൾഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു റിലയൻസിന് മൂവ് ചെയ്യണം അപ്പറിലേക്ക്. ഇന്ന് റിലയൻസിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് വിൽ സി. നാളെ ഇപ്പം വരാൻ പോകുന്ന നാളത്തെ മാർക്കറ്റിലും കൂടി കണ്ടിട്ട് അത് പറയാൻ പറ്റും റിലയൻസിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, റിസൾട്ടിന് ശേഷം എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഐ തിങ്ക് യു ക്യാൻ കുറച്ച് പകുതി സ്റ്റോക്കൊന്നും വിറ്റ് പ്രോഫിറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ അറിയാമല്ലോ. ഈവൻ റിസൾട്ട് ഡസൻ മാറ്റർ. നാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു എസ്കലേഷൻ ബോർഡറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വി വോണ്ട് ഗെറ്റ് എൻ അനദർ ഓപ്പർച്യൂണിറ്റി ടു എൻകാഷ്. സോ മാർക്കറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ. സോ പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ IIT-യിലും MBBS-നും ഇതുപോലത്തെ NIT-യിലൊക്കെ പോയിട്ട് എക്സാം ക്രാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ? ഈസ് ദർ എനി വാല്യൂ ഇങ്ങനെ സ്കൂളിൽ പോയി പഠിക്കുന്നതും കോളേജിൽ പോയി പഠിക്കുന്നതും? ബിക്കോസ് ടുഡേ ഇൻഫർമേഷൻ ഈസ് ഫ്രീ, knowledge is free available in the. So what is the link between education and income? So നമ്മളെ ഇൻകത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ കുട്ടികളെ ഫോറിനിലേക്ക് അയക്കുന്നതും. ഇവിടെ ആൾക്കാർ സ്പെൻഡിങ് ഹ്യൂജ് മണി ഫോർ എഡ്യൂക്കേഷൻ. നമ്മളെ എസ്പെഷ്യലി ഇന്ത്യൻ്റെ മിഡിൽ ക്ലാസ് പാരൻസ് അവർ എഡ്യൂക്കേഷന് വേണ്ടി ഈവൺ അവരുടെ പ്രോപ്പർട്ടീസ് പോലും പ്ലഡ്ജ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സോ അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഹൈലി എഡ്യൂക്കേഷൻ ഇപ്പോൾ നമ്മൾ കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ദ ഹയർ ഇൻകം കിട്ടും. അത് ഹയർ ഇൻകത്തിൽ അവർക്ക് ജീവിതത്തിൽ സക്സസ് ആവുന്നു. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ എന്തുകൊണ്ട് ആൾക്കാർ പഠിക്കുന്നില്ല, ഫോറിനിൽ പോയി പഠിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ദേ ഡു നോട്ട് പ്രൊവൈഡ് സ്കിൽസ്. അവർക്കുള്ള സ്കില്ലൊന്നും പഠിപ്പിക്കുന്നില്ല. സ്കൂൾസിൽ പോയാൽ കുട്ടികൾക്ക് യാതൊരു സ്കില്ല് പഠിപ്പിക്കുന്നില്ല. ആൻഡ് അത് ഈ സ്കില്ലില്ലെങ്കിൽ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവരെ പ്രൊഡക്ടിവിറ്റി കുറക്കുന്നു. സോ നമ്മളെ ഇപ്പോൾ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്? ദർ ആർ സെവറൽ അതർ പീപ്പിൾ ഓൾസോ. ദേ റിക്രൂട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ബിക്കോസ് ദി ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ദേ സീ ദി പ്രൊഡക്ടിവിറ്റി ഈസ് മോർ. So education is key detrimental social mobility also. സോ അതൊരു കാര്യമാണ് ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ തിങ്ക് വി ഹാവ് ടു ഇംപ്രൂവ് ദ സ്കിൽ ഓഫ് ദ സ്റ്റുഡൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എഡ്യൂക്കേഷൻ. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. എനിവേ ഇന്നത്തെ ട്രേഡിംഗ് എല്ലാം യു ഹാവ് ഹാപ്പി